ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ്റെ 131ാമത് മഹായോഗം നടക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും നവ്യമായ അനുഭവങ്ങൾ DSMC ചാനലിലൂടെ നാം കേൾക്കുകയാണ്. പാട്ടിൻ്റെ വഴിയിലൂടെ സാക്ഷ്യമായി ജീവിതമായി മാറുന്ന കഥകൾ നാം ഒത്തിരിയേറെ കേട്ടു. ഇപ്പോൾ നാം ആയിരിക്കുന്നതും മഹാഗായക സംഘം ഗാനങ്ങൾ ആലപിക്കുന്ന ആ വേദിക്കരിയിലാണ്. ഈ പ്രാവശ്യത്തെ മാരാമൺ കൺവെൻഷൻ ഗാനങ്ങളിൽ ബഹുമാനപ്പെട്ട തോമസ് തെങ്ങിനാൽ സാറിൻ്റെ ഒരു ഗാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പാട്ടിൻ്റെ കഥകളെക്കുറിച്ച്, ആ പാട്ട് ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാണ് സാർ നമ്മോട് പങ്കുവയ്ക്കാനായിരിക്കുന്നത്. എന്താണ് സാർ ഈ ഒരു 131ാമത് മാരാമൺ കൺവെൻഷനിൽ ഒരു ഗാനം താങ്കളുടെ തിരഞ്ഞെടുക്കുവാനിടയായി? മുൻകാലങ്ങളിലും സാറിന് ഗാനങ്ങൾ എഴുതി രചിക്കുവാനും കൺവെൻഷന് നൽകുവാനും സാധിച്ചു. എന്താണ് അനുഭവങ്ങളൊന്ന് DSMC മീഡിയയുമായി പങ്കുവയ്ക്കാമോ നമ്മുടെ വിശ്വാസ സമൂഹത്തോട്? ഞാൻ പാട്ട് എഴുതി തുടങ്ങുന്നത് അടൂർ ഭദ്രാസന കൺവെൻഷൻ ഗാനങ്ങളിലൂടെയാണ്. അപ്പം ആദ്യമായിട്ട് ഒരു പാട്ട് എഴുതിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം വളരെ വിലപ്പെട്ടതായിരുന്നു. അതിൽ ജനങ്ങൾ നൽകിയ അംഗീകാരം വളരെയേറെ വിലപ്പെട്ടതായിരുന്നു. അങ്ങനെ അത് ഞാൻ എഴുതുകയും മറ്റൊരാൾ ട്യൂൺ ചെയ്യുകയുമായിരുന്നു. അങ്ങനെ കുറേ കാലങ്ങൾ അങ്ങനെ തുടർച്ചയായി വർഷങ്ങളോളം ഇങ്ങനെ കൺവെൻഷൻ ഞാൻ എഴുതുകയും മറ്റൊരാൾ സംഗീതം ചെയ്യുകയും ചെയ്തു വന്നു. അങ്ങനെ ആയപ്പോൾ ഈ സംഗീത സംവിധായകനെ ലഭിക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ പാട്ട് എഴുതിയെങ്കിലും ആ സമയത്ത് അത് ട്യൂൺ ചെയ്യാനായിട്ട് ലഭിച്ചില്ല. അങ്ങനെ ഞാൻ ആദ്യമായി ട്യൂൺ ചെയ്ത് നോക്കി. അങ്ങനെ അതെന്തായാലും അത് ക്ലിക്കായി. അങ്ങനെ തുടർന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അതേ ട്യൂണ് തന്നെ ഇതിന് കിട്ടാനും ആ വാക്കുകൾക്ക് അനുയോജ്യമായ ട്യൂണ് കൊടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 100-ലധികം ഗാനങ്ങൾ രചിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ ഈ പാട്ടുകളൊക്കെ ഞാൻ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. എൻ്റെ വൈഫ് പാടും, ഞാൻ ട്യൂൺ ചെയ്ത് ഇത് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പതിവായിട്ട്. മാരാമൺ കൺവെൻഷൻ്റെ 2018 സ്നേഹമാം എന്നെ യേശുവേ എന്നുള്ള ഗാനം അന്ന് വലിയ ഹിറ്റായിരുന്നു ആ പാട്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് രചിക്കുവാനും ട്യൂൺ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. അത് വളരെയേറെ നല്ല രീതിയിൽ അത് ജനം അംഗീകരിച്ചൊരു പാട്ടായിരുന്നു സ്നേഹമാം എന്നെ യേശുവേ എന്നുള്ളത്. അതിനുശേഷം 2022 മനമേ കലങ്ങുന്നത് എന്തിനായി ഞാൻ എഴുതി. ജെറിൻ തോമസ് സംഗീതം നൽകി. ആ പാട്ടും ജനം ഏറ്റെടുത്ത് പാടുകയുണ്ടായി. അങ്ങനെ 2 പാട്ടുകൾ മാരാമൺ കൺവെൻഷൻ വന്നു. ഇപ്പോൾ ഇത് 3ാമത്തെ പാട്ടാണ്. ഇത് ഞാൻ തന്നെ രചിച്ച് ഈണം നൽകിയ പാട്ടാണ്. പാട്ടിൻ്റെ വരികൾ അതായത് ഈ വർഷത്തെ 131ാമത് മാരാമൺ കൺവെൻഷനിലെ 80ാമത്തെ പാട്ട് ആണ്. അതിൻ്റെ വരികൾ എന്നെ തേടി വന്ന ദൈവസ്നേഹം ഓർക്കുമ്പോൾ. ദൈവസ്നേഹത്തെക്കുറിച്ച് ആണ് കൂടുതലും എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടുള്ള പാട്ടുകളും ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. അപ്പം ഇത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് എഴുതിയത്. പാട്ട് എഴുതി വന്നപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പല കാരണങ്ങളാൽ അകന്നു പോകാറുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വമായിട്ടും പോകാറുണ്ട്. മുടിയൻ പുത്രൻ്റെ കഥ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ഏകദേശം ഒരു സാമ്യമൊക്കെ ഇതിനുണ്ട്. എങ്കിൽ പോലും ഇത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയ, എന്നാൽ ആ അകന്നു പോയതിൽ ദൈവസ്നേഹം ത്യജിച്ച് പോകാൻ ഇടയായ സാഹചര്യവും വീണ്ടും അത് ദൈവസ്നേഹം നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം ഒക്കെ. അപ്പോൾ സങ്കടമുണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയതിൽ സങ്കടമുണ്ട്, ദൈവസ്നേഹം നഷ്ടപ്പെടുത്തിയതിലുള്ള പശ്ചാത്താപമുണ്ട്, പിന്നെ ദൈവം കരുതുന്ന വിധങ്ങളെ ഇതിനതിൽ വർണ്ണിക്കുന്നുണ്ട്. എല്ലാം കൂടെ ചാലിച്ച് എഴുതിയ ഒരു ഗാനമാണത്. മാറോട് ചേർക്കുന്ന ഒരു സ്നേഹം, ദൈവസ്നേഹം അത് ഏറ്റവും വലുതാണ്. നമ്മൾ എത്രയൊക്കെ ദൈവസന്നിധിയിൽ അകന്നു പോയാൽ അവൻ നമ്മെ തേടി വരും. തീർച്ചയായിട്ടും ആ ഒരു വലിയ സ്നേഹത്തെ നിലനിർത്തുന്ന അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണിത്. അതിന് അനുയോജ്യമായൊരു ട്യൂണും എനിക്ക് ദൈവം തന്നു. അത് വലിയ ശാസ്ത്രീയമായിട്ടൊന്നും അതിനെ കാണാനായിട്ട് കഴിയത്തില്ല. എങ്കിൽ പോലും ദൈവം തന്നൊരു ട്യൂണാണ് അതിന് അനുയോജ്യമായിട്ട്. വളരെ മനോഹരമായി ഗായക സംഘം പാടി. അപ്പോൾ 131ാമത് മാരാമൺ കൺവെൻഷനിൽ എൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിൻ്റെ DSMCയുടെ പ്രവർത്തകരോട് നന്ദി പറയുന്നു. DSMC ഡയറക്ടർ അച്ഛൻ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ അച്ഛൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഗാനം തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി, മറ്റ് അണിയറ പ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അനേക ജനങ്ങൾ ഏറ്റുപാടുന്ന ഒരു പാട്ട് ഇവിടെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അതും
ആയിരക്കണക്കിന് പാട്ട് വരുന്നതിനകത്ത് നിന്ന് 16-ാമത്തെ അല്ലെങ്കിൽ 16 പാട്ടങ്ങൾ ആയിട്ട് അതിനെ ചുരുക്കുന്നു. അതിൽ ഒരു പാട്ടായി തീരുക എന്ന് പറയുമ്പം ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തെ ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നു. നിങ്ങളെല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും വിശ്വാസജനം ഒരിക്കലും ഒരു മാരാമൺ കൺവെൻഷനോടെ ഈ പാട്ട് നിലച്ചു പോവുകയല്ല. ഹൃദയത്തിൽ ഏറ്റെടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. ആ ദൈവരൂപം മനസ്സിൽ ആവാഹിപ്പാൻ അവർക്ക് സാധിക്കട്ടെ. സാറിന് ഒത്തിരി ആശംസകൾ DSMC ചാനലിൻ്റെ പേരിലും സഭയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും ഞങ്ങൾ നേരുന്നു. താങ്ക് യു.